ഇപ്പോൾ കിട്ടിയ വാർത്ത. നാളെ ലോറി ആക്സിഡന്റിൽപ്പെട്ട് ദുരൂഹതയാകുന്ന 2 കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ടുവിടുവാങ്ങിയിരിക്കും. നമ്മളെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. ലോറി ഡ്രൈവർ ആനന്ദ് എന്ന ചെറുപ്പക്കാരന്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. ജ്യോതി എന്ന കുഞ്ഞിന് നേരെയുണ്ടായ ക്രൂരതയ്ക്ക് പിന്നാലെ ഉള്ള അന്വേഷണത്തിൽ സഹോദരൻ അമറിനെ പോലീസ് സംശയിക്കുന്നു. അമറിനെ ഇതുവരെയായിട്ടും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതൊക്കെ വേറെ എല്ലാം പറയാനുണ്ടോ? ഇല്ല, അതിനൊക്കെ പോവാം. വേറൊന്നും പറയാനില്ല. ചേച്ചിക്ക് ഉണ്ട്. ചേച്ചി പെണ്ണ് എന്താ പെണ്ണ് ജഗത്താന്റെ രൂപമണിയിക്കുന്ന എന്റെ മനുഷ്യർ എന്റെ പ്രണയത്തിൽ ഇല്ലാണ്ടാക്കിയവർ മരണത്തിന്റെ വേദന അറിയിക്കും. അരവിന്ദോ ബാ. സാറോടെ പോയി. ചേട്ടൻ ഗിരിസാറിന്റെ വീട്ടിൽ പോയി. നീ ഇപ്പൊ വരും. നീ ഇരിക്കേ, ഞാൻ ചായ വെക്കും. ഹലോ അണ്ണാ, 2 നാള് കണ്ടിപ്പാ ഞാൻ പണം തരാം. ரெண்டே நாள் அதுக்கப்புறம் கேஷ் கிடைக்கல, உங்க அப்பா தம்பி நான் கொல்லிடுவேன். அதுக்கப்புறம் உங்க சீட்டான பொண்டாட்டி என் கூடவே இருக்கு. தெரியல நான் யாருன்னா, நான் அப்புறம் கால் பண்ணுறேன். ഹലോ ചേച്ചി. പറഞ്ഞോ. ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ വീട് മാറും. 1.5 അല്ലേ ക്യാഷ്? അതായത് ഞാൻ ഇപ്പൊ വരാവേ. നീ എന്തോടെ കാണിക്കുന്നേ? ഇങ്ങെടുത്തേ, അതിങ്ങെടുത്തേ. നീ പൈസ തന്നോ? ഇല്ല, ഇപ്പൊ ഞാൻ ചേട്ടനെ വിളിക്കും. ചേട്ടനെയും വിളിക്കത്തില്ല, ആരെയും വിളിക്കത്തില്ല. ഞാൻ ഇവിടെ വന്നായിരുന്നു. ഇവിടെ ആരെയും കണ്ടില്ല. പിന്നെ നമ്മുടെ കേസിലെ അമറില്ലേ, അവനെ ഞാൻ ഈ പരിസരത്ത് വെച്ച് കണ്ട്. നീ പറഞ്ഞ പോലെ അവനെ തൂക്കിയിട്ടുണ്ടാ? ഇത് വേറെ അറിയാൻ നിൽക്കണ്ട കേട്ടോ. ആടാ ആടാ ആടാ. അമറിന്റെ കാര്യം ഇപ്പൊ അവനെ എന്തിനാടാ നിനക്ക്?
എടാ, ഒരു രസകരമായ ഒരു കഥ കേൾക്കാൻ തോന്നുന്നടാ. നിനക്കെന്താടാ വട്ടാണോടാ? ആരാ നീ? എന്നെ എന്തിനാ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നേ? അടങ്ങടാ, എനിക്കൊരു കഥ കേൾക്കാൻ തോന്നുന്നു. നീ പറ. ഞാനെന്ത് വേണം? എന്നെ അടിച്ചുകൊണ്ട് മയിലേ. ഈ നാട് മൊത്തം നിന്നെ അന്വേഷിക്കുക. ഈ പോലീസുകാരെ നിന്നെ കിട്ടിയ നീ പിന്നെ പുറലോകം കാണില്ല. അത് നീ ഓർത്തോ. നിന്നെ അന്വേഷിക്കുക. നീ കാണിച്ച ഓരോ കാര്യങ്ങൾ ഒരു കഥയായി. എന്നോട് പറ, ഞാൻ കേൾക്കട്ടെ. എൻ്റെ ഏറ്റവും വലിയ സമാധാനം എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അമ്മ ആ കാരണത്താൽ ഒത്തിരി കരഞ്ഞു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അച്ഛൻ വീട്ടിൽ ഫോൺ വെച്ചിട്ട് ചീട്ട് കളിക്കുന്നു. ത്തിന് ഫോൺ എടുത്തു. പക്ഷെ അച്ഛൻ പൊക്കി, ഒരുപാട് തല്ലി. എൻ്റെ ഉള്ളിലെ മൃഗീയമായ സൈക്കോ പുറത്തു വന്നു. അയാളുടെ മരണം കാതോർത്തിരിക്കുന്ന നാളുകളായി. അയാൾ കുടിക്കുന്ന ഓരോ മദ്യക്കുപ്പിയിലും ഞാൻ വിഷം ചേർത്തു. അങ്ങനെ അയാൾ പിടഞ്ഞ് പിടഞ്ഞ് ചാവുന്നത് ഞാൻ കാതോർത്ത് കേട്ടു. അമ്മയും പിഴയുന്ന കണ്ടപ്പോ ഞാനത് കാതോർത്ത് നിന്നു. നീ വേറൊരു സുഖം അറിഞ്ഞിട്ടുണ്ടല്ലോ. മനസ്സ് കൊതിച്ചു പോയി. നീ എന്നെ അടിച്ചുകൂടാ. बेकरार करके हमें यूं न जाइए, आपको हमारी कसम लौट आइए। बेकरार करके हमें यूं न जाइए, आपको हमारी कसम लौट आइए। देखिए वो काली काली बदलियां, जुल्फ की घटा चुराना नहीं, चोरी चोरी आतिशों बिजलियां, आपकी अदा चुराना नहीं, यूं कदम अकेले न आगे बढ़ाइए। आपको हमारी कसम लौट आई। സാധനത്തിനോട് പിടിച്ചു വെച്ചേക്കുന്ന എന്റെ വീട് വീടാ. നിനക്കിവിടെ തെറ്റി. பயணம் இச்சதுரங்கள் கல்வி
നിശ്ചയിക്കുന്നതിന് മുമ്പേ രാജാവിനെ പരിപ്പെടുത്താനായി എന്നിട്ട് ഓരോ പടയാളികളും വെട്ടിവീഴ്ത്തണം. ഡേയ്, രണ്ടേ നാൾ அதுக்கப்புறம் கேஷ் கிடைக்கல உங்க அப்பா தம்பி நான் கொல்லிடுவேன். அதுக்கப்புறம் உங்க சீட்டான பொண்டாட்டி என் கூடவே இருக்கு. தெரியல நான் யாருன்னா? ആ ചേച്ചി അവളോടെ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചോദിക്കണേ. ഹലോ ചേച്ചി, 1.5 ക്യാഷ്? നിന്റെ മുമ്പിൽ വേഷം കെട്ടിയതിന് മാപ്പ്. ഈ വേട്ടയിൽ എനിക്ക് നിന്നിൽ നിന്ന് തുടങ്ങണം. ഞാൻ തുടങ്ങി. അമർ, അവൻ എൻ്റെ ഇരയല്ല. എന്നാലും എനിക്ക് അവനൊരു പാഠം പഠിപ്പിക്കാൻ തോന്നി. ഇനിയാണ് ശരിക്കുമുള്ള കഥയുടെ ആരംഭം.